അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് KPCC പ്രസിഡന്റ് അടുത്ത് നിന്ന് അംഗത്വം സ്വീകരിക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അനിയ വർഗീസ്, വൈസ് പ്രസിഡന്റ് സി സജീവ് പായ്ക്കര, ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഞാൻ ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് ഞാൻ SFIയിലൂടെ ഇടതുപക്ഷ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനുശേഷം എൻ്റെ 20 വർഷക്കാലത്തോളം ഇടതുപക്ഷ സഹയാത്രികനായി പോയതാണ്. പക്ഷേ നിലവിലെ CPM-ൽ ജനാധിപത്യമില്ലാത്ത സമീപനം, സ്വേച്ഛാധിപത്യപരമായ സമീപനം അംഗീകരിച്ച് മുന്നോട്ട് പോകാനൊരു വ്യക്തി എന്ന നിലയിൽ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു. ഇതിಗೆ ജനാധിപത്യ പ്രസ്ഥാനത്തിലേക്ക്, മതേതര പ്രസ്ഥാനത്തിലേക്ക് എനിക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അംഗത്വം സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ ഇടതുപക്ഷം ഇത്രയും നാൾ രാഷ്ട്രീയ പ്രവർത്തനവും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ആളെന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ ഇടതുപക്ഷം എന്നോ അല്ലെങ്കിൽ മറ്റു പക്ഷങ്ങളിൽ നിന്ന് നോക്കാതെ മനുഷ്യപക്ഷത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരേയൊരു പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്നുള്ള ഉത്തമമായ ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ധാരാളം ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന ഒരു സന്ദർഭമാണ്. ഇപ്പോൾ ഇവിടെ ശ്രീനാഥ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ CPM-ൽ നിന്നും ധാരാളം ആളുകൾ കോൺഗ്രസിലേക്ക് വരികയാണ്. വരും ദിവസങ്ങളിൽ BJP-യിൽ നിന്നും CPM-ൽ നിന്നും ധാരാളം ആളുകൾ കോൺഗ്രസിൽ ചേരും. ഈ മാസം തന്നെ അവർക്കുള്ള അംഗത്വം കൊടുക്കാനുള്ള സമ്മേളനവും മാവേലിക്കരയിൽ വെച്ച് നടക്കുന്നു. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ശ്രീനാഥ്. അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള നരേന്ദ്രപ്രസാദ് നാടക പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിലവിലെ സെക്രട്ടറിയാണ്. മുൻ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് അംഗവും അതോടൊപ്പം തന്നെ DYFയുടെയും SFIയുടെയും ഏരിയ സെക്രട്ടറിയായി ദീർഘനാൾ പ്രവർത്തിച്ചിട്ടുള്ള ശ്രീനാഥ് CPM അടുത്തിട്ടാണ് കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. അവിടെ ശ്രീനാഥ് തന്നെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യമില്ല, അവിടെ അടിച്ചമർത്തുന്ന ഒരു നയമാണ് CPM-ൻ്റെ ഇപ്പോൾ ഏത് മേഖലയിലും കാണാൻ കഴിയുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ രണ്ടാമത്തെ ജനപ്രതിനിധിയാണ് CPM വിടുന്നത്. ഇതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ CPM വിട്ട് മറ്റൊരു പാർട്ടിക്ക്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം വഹിക്കുന്ന ശ്രീനാഥ് CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ KPCC യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യോഗം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ KPCC പ്രസിഡന്റ് ബഹുമാനായ ശ്രീ K. സുധാകരൻ അദ്ദേഹത്തിന് പാർട്ടി അംഗത്വം കൊടുത്തുകൊണ്ട് സ്വീകരിക്കുന്നു. മികച്ച കോൺഗ്രസ് പ്രവർത്തകനായി ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാവേലിക്കരയിലെ കോൺഗ്രസ് പ്രസ്ഥാനം അതിനെനിക്ക് തന്ന പിന്തുണയ്ക്ക് ഈ അവസരത്തിൽ എല്ലാവിധ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ആലപ്പുഴ CPM-ൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോൺഗ്രസിലേക്ക്. ആലപ്പുഴ ജില്ലയിൽ CPM-ന് വീണ്ടും തിരിച്ചടി. ദിവസവും ജില്ലയിലെ ഓരോ പ്രദേശത്ത് പാർട്ടി വിടുന്നവരുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇന്ന് മാവേലിക്കരയിലാണ് കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നത്. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ DYFI മുൻ ഏരിയ സെക്രട്ടറിയാണ് CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. SFIയുടെയും DYFIയുടെയും ഏരിയ സെക്രട്ടറിയായി ദീർഘനാൾ പ്രവർത്തിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീനാഥ് രാമദാസാണ് ഇന്ന് CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പല്ലാരിമംഗലം ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ്. CPM-ന് വ്യക്തമായ ഭൂരിപക്ഷമുള്ള മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ ശ്രീനാഥിന്റെ കളമാറ്റം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള തെക്കേക്കരയിൽ നിന്ന് ഒരു സഖാവ് കോൺഗ്രസിലെത്തുന്നത് പാർട്ടിക്ക് ക്ഷീണമാണ്. പരുമല കോളേജ് യൂണിയൻ ചെയർമാൻ, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ശ്രീനാഥ് നിലവിൽ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള നരേന്ദ്രപ്രസാദ് നാടക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ സെക്രട്ടറിയാണ്. മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനിയ വർഗീസിനൊപ്പം KPCC ഓഫീസിൽ എത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. KPCC പ്രസിഡന്റ് K. സുധാകരൻ ശ്രീനാഥിനെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഒരു CPM നേതാവിന്റെ ഏകാധിപത്യപരമായ നിലപാടുകൾ കൊണ്ടാണ് CPM വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നതെന്ന് ശ്രീനാഥ് പ്രതികരിച്ചു. എന്നാൽ ശ്രീനാഥിനെ മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി പുറത്താക്കിയിരുന്നതാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചത്.